ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ ഉണ്ടാക്കുന്ന വിഭവം ലെമൺ റൈസാണ്. ആ ലെമൺ റൈസിന് എടുക്കത്തുള്ള ചേരുവകളാണ് താഴെ കാണിച്ചിട്ടുള്ളത്. പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒഴിക്കാനുള്ള നാരങ്ങ നീര് ഒരു 2 സ്പൂൺ നാരങ്ങ നീരുണ്ട്. 4 ഉണക്കമുളക്, പൊട്ടിക്കാനുള്ള കടുക്, ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, സ്വല്പം പെരുങ്കായം, നിലക്കടല, ഒരു 10-12 കാഷ്യൂ നട്ട്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ എടുത്തിട്ടുള്ള പൊന്നി അരിയാണ്, 1 ഗ്ലാസ് പൊന്നി അരി. ഇനി അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ മഞ്ഞൾപ്പൊടി. ആദ്യം നമ്മൾ ഈ ചേരുവകൾ ആദ്യം വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് അരി വേവിച്ചിട്ട് ചോറാക്കി എടുക്കുകയും ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടായതിന് ശേഷം ചൂടായിട്ടുണ്ട്. ഇനി ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, ഒന്ന് ചുവന്ന കളറാകുന്നവരൊന്ന് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഫുഡാണ് ലെമൺ റൈസ്. ഇപ്പോൾ ഈ കൊറോണ കാലം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് പോവുകയാണ് നല്ലത്. അപ്പോൾ അത് നമ്മുടെ പരിപ്പെല്ലാം ചുവന്ന കളറായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫേവറേറ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, നിലക്കടല ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും അതിലേക്ക് ഇടാം. ഒന്ന് ചുവന്ന കളറിൽ മൂത്ത് വരട്ടെ. വീട്ടിൽ എളുപ്പം ചെയ്യാവുന്നതാണ്, യാത്രയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൊറോണ കാലം ആയതുകൊണ്ട് ഇപ്പോൾ വീഡിയോകളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സുഹൃത്തുക്കൾക്ക് കൊറോണ, കുടുംബത്തിൽ കൊറോണ. ഈ ലെമൺ റൈസിൻ്റെ എക്സ്പെർട്ട് പറഞ്ഞ വൈഫിൻ്റെ അമ്മയാണ്. അവർ നമ്മളെ യാത്രാ പരിപാടിക്കൊക്കെ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് റൈസ് ഉണ്ടാക്കാറുണ്ട്. അവരിൽ നിന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ഇപ്പോൾ പരിപ്പും നിലക്കടലൊക്കെ എണ്ണയിൽ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക്, നടുകീറിയ പച്ചമുളക് അരിച്ചിടാം. അതിൻ്റെ ആ പച്ച ഒന്ന് ആയിക്കോട്ടെ. വേഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇനി നമ്മുടെ വറ്റൽമുളക് ഇടാം. ചെറു തീയിൽ വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. എല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇടാം. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ പെരുങ്കായും അരിക്കിടാം. ഇനി നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇടാം. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. മഞ്ഞൾപ്പൊടി, പെരുങ്കായം,
പെരുങ്കായത്തിൻ്റെ പൊടിയാണ് ഇടേണ്ടത്. ഞാൻ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ പെരുങ്കായത്തിൻ്റെ പീസാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ 1.5 സ്പൂൺ ചെറുനാരങ്ങ നീരുണ്ട് അതിലേക്ക് ഒഴിക്കണം. പക്ഷേ ചെറുനാരങ്ങ നമ്മൾ കുരുപെടാൻ പാടില്ല. കുരുപെട്ട് കഴിഞ്ഞാൽ എന്താ അറിയുമോ, നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ കയ്പ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീര് മാത്രമേ പിഴിഞ്ഞ് വയ്ക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൽ നേരത്തെ നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചത്. അവിടെ നമ്മൾ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയുമോ, നാരങ്ങയുടെ കുരു അതിൽ പെടാൻ പാടില്ല. പിന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് ആ നാരങ്ങ നീര് നമുക്കതിലേക്ക് ഇനി നമ്മൾ സാധനമുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർക്കാം. അപ്പോഴേക്കും നമ്മൾ റൈസൊക്കെ വെന്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് അതിലേക്ക് ഇടണം. ഒന്ന് ഉപ്പും കൂടി ഇളക്കി സ്വാദിനുള്ള ഉപ്പ്. പിന്നെ റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൈസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈസ് ഉണ്ടാക്കുക കാരണം എന്താ പറയുക, ചോറ് നമ്മൾ ഒട്ടാൻ പാടില്ല. ഒട്ടാതെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒട്ടാത്ത അതിന് ചോറ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒട്ടരുത് ചോറ്. ഇനി നമുക്ക് അതിലേക്ക് ചോറ് ചേർക്കാനുള്ള ചോറ് ഒട്ടാത്ത ചോറ്. നമ്മൾ റൈസ് നിങ്ങൾ ഒട്ടുന്നില്ല, കണ്ടോ? ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചോറ് ഒട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വേവിച്ച റൈസ് അതിലേക്ക് ഇടുകയാണ്. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന, യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ലെമൺ റൈസ്. ഇതിങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും നിലക്കടലൊക്കെ കൂട്ടി ഇങ്ങനെ കടിക്കുമ്പോഴുള്ളൂ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെ. പുറമെ അതിൽ ഓരോ പച്ചമുളകും കടിക്കും, പറ്റൽമുളകും കൂടി ആകുമ്പോൾ അതിന് ഗാംഭീര്യം കൂടും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ആദ്യം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇങ്ങനെ ചൂട് ആറിയതിന് ശേഷം നമ്മൾ ഇടണ്ടോ, എന്നാൽ ചെറിയ ചൂടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അങ്ങനെ സ്വല്പം ഉപ്പിടാം. ചെറുനാരങ്ങയുടെ പുളിപ്പ് നല്ലോണ്ട് ആവശ്യത്തിന്. അത് നമ്മളെന്താ അറിയുമോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുനാരങ്ങ നീര് ചേർക്കാം. ശരിക്കും ഈ കണക്കിന് 1.5 സ്പൂൺ തന്നെയാണ് കണക്ക്, കറക്റ്റായിരിക്കും. അപ്പം നമ്മളത് പറയുന്നത് എന്താ വെച്ചാൽ വൈഫിൻ്റെ അമ്മയൊക്കെ വീട്ടിലുണ്ടാക്കാനാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ചാനലിൽ ഇപ്പോൾ നമ്മൾ പരിപാടി കൊറോണയുടെ രൂക്ഷത കാരണം ചാനലിലിപ്പോൾ പരിപാടി നമ്മളങ്ങനെ കുറച്ചായി ചെയ്തിട്ട്. പിന്നെ വേറെ നമുക്കൊരു ചാനലുണ്ട്, ജയകൃഷ്ണൻ എന്നുള്ളൊരു ചാനൽ. അതിൽ ലാബിൻ്റെ ഒരു ചാനലാണ്. അതും അതിൻ്റെ വർക്കും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒന്നിങ്ങനെ നമ്മളൊന്ന് ലാഗ് ചെയ്ത് പോയി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഐറ്റംസ് ഇടാത്തതിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്തായാലും നമ്മൾ തുടർന്നിങ്ങനെ ഓരോ പരിപാടി ചെയ്യും. കൊറോണ എന്ന് പറഞ്ഞതിൻ്റെ രൂക്ഷത ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ കോളനിയിലും മൊത്തം എല്ലാ വീട്ടിലും വന്നു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വരുമ്പോൾ നമുക്കതൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടും വിഷമമായിരുന്നു. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ആകാം. ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. യാത്രയ്ക്കൊക്കെ ഈ കൊറോണ കാലത്ത് നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു ഇതാണ്. കേടുകൂടാതെ ഇരിക്കുന്നൊരു സ്വാദുള്ളൊരു ഭക്ഷണമാണ്
ലെമൺ റൈസ് നമുക്ക് ഉച്ചയ്ക്ക് ഏത് നേരം വേണമെങ്കിൽ കഴിക്കാം. ഇതിൻ്റെ കൂടെ ചട്നി കൂട്ടാം. എന്തെങ്കിലും ചട്നിയോ പൊരിയലോ നമ്മളെ കൊണ്ടാട്ടം വറുത്തതോ പപ്പടമോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. വെറുതെ കഴിക്കാനും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടൊന്ന് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ബെൽ ബട്ടൺ അമർത്തണം. ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനും മറക്കരുത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ കിച്ചൺ പരിപാടികളൊന്നും നമ്മുടെ ചാനലിൽ ചെയ്യുന്നില്ല. സദയം ക്ഷമിക്കുക എല്ലാവരും. വീണ്ടും പുതിയൊരു റെസിപ്പിയായി വരുന്നവരെ നന്ദി, നമസ്കാരം.